പ്രിയമുള്ളവരെ, ഓണാഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അപ്പം മദ്യം ഇല്ലാണ്ട് ഓണാഘോഷത്തിന് ഒരു പൂർണ്ണത വരാത്ത നമ്മുടെ പുരുഷ ജനങ്ങൾക്കിടയിലുള്ള മദ്യത്തെ വാഴ്ത്തിപ്പാടുന്ന ഒന്ന് രണ്ട് വാർത്തകൾ ഒന്ന് കാണിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നു. ഇതാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓണാഘോഷത്തിനിടെ മത്സരിച്ച് മദ്യപിച്ചു സ്കൂൾ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ. തിരുവനന്തപുരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇനി മറ്റൊന്നുകൂടി. ഇതാണ് അടുത്ത കലാപരിപാടി നടന്നത് തൃശ്ശൂരാണ്. അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ വിശദീകരിച്ചങ്ങ് പറയുകയാണ്. ഏതാണ്ട് വലിയൊരു അഡ്വഞ്ചറസ് സ്റ്റോറി പറയുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടിരിക്കാൻ എനിക്കും പറ്റുന്നില്ല, നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം. എത്രയോ ആൾക്കാരാണ് കണ്ടോന്ന് നോക്കി. 260 ലൈക്കും 32,000 ചില്ലുവാനും ഇതും കിട്ടി, വ്യൂസും കിട്ടി. വെരി ഗുഡ്. ഓക്കെ. എനിവേ, ഇത് പറഞ്ഞു വന്നതൊന്നേ ഉള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവം നടന്നിരിക്കുന്നത് വാറുണ്ണി തൃശ്ശൂരാണ് സംഭവം നടന്നത്. ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടെന്ന്. ഓക്കെ, ഞാനപ്പോൾ അതിനേക്ക് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളട്ടെ. പ്രിയമുള്ളവരെ, മദ്യം കൊടുക്കുന്നവനും കുടിക്കുന്നവനും ഒരു കുഴപ്പമില്ല. അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നവർക്കാണ് കുഴപ്പം. അപ്പം മനസ്സുകൊണ്ട് ഈ ഓണത്തിൻ്റെ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, ഈ മദ്യനയം, കേരളത്തിലെ ഈ മദ്യനയം, ഈ നിലവിലുള്ള ഈ മദ്യനയം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരും പിന്നെ അതുപോലെ ഈ ബെക്കോ പോലെ ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഒരു ദാക്ഷിണ്യമില്ലാണ്ട് ഞാനങ്ങ് പ്രാഗി പോവുകയാണ്. ഒറ്റ ഒരെണ്ണം പോലും അവശേഷിക്കാതെ അങ്ങ് നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. കാര്യം ഈ ഒരു മദ്യപാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ വല്ലതും ഈ മദ്യനയം ഉണ്ടാക്കുന്നവനും പിന്നെ ഇതുപോലെ ഈ സപ്ലൈ ചെയ്യുന്നവനും അറിയുന്നുണ്ടോ? അപ്പോൾ ഞാനങ്ങ് ആഗ്രഹിച്ചു പോവാണ്. ഈ പ്രളയം വന്നും പല ദുരിതങ്ങളും വന്നും ഒരുപാട് പാവങ്ങൾ പോകുന്നുണ്ട്, കാലം ചെയ്തു പോകുന്നുണ്ട്. അതിന് പകരം ഇതുപോലുള്ള മാരകമായ അണുബോംബിനേക്കാൾ നാശം ദിവസവും ആർക്കെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതുപോലുള്ള നശിച്ച മനുഷ്യർ. ഏതെങ്കിലും വിധേന ഈ ഭൂമിയിൽ നിന്ന് ഒഴിവായി പോകട്ടെ എന്ന് ഞാൻ ഈ ഓണത്തിൻ്റെ ഈ സമയത്ത് അങ്ങ് പ്രാഗി പോവുകയാണ്. പ്രാകുന്നതിന് ഒരു കോടതിയും എനിക്കെതിരെ കേസെടുക്കില്ല എന്ന് കരുതുന്നു. ഏതെങ്കിലും കോടതി ആരെങ്കിലും പ്രാഗിയതിന് കേസെടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ മനസ്സറിഞ്ഞ് ഞാനങ്ങ് ശപിച്ചു പോവുകയാണ്.